ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 15, അതായത് ഞായറാഴ്ച. ഇന്നത്തെ ദിവസത്തിൽ ത്രിഗ്രഹി രാജയോഗം രൂപപ്പെടുവാൻ പോവുകയാണ്. ഇത് ചില രാശിക്കാരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് ഇനി എത്തുന്നത്. പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളാണ് സമ്മാനിക്കുന്നത്. സൂര്യൻ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുന്ന സമയം കൂടിയാണ്. ഇത് മാത്രവുമല്ല, ഈ സമയം മീനം രാശിയിൽ ശനിയും ശുക്രനും സംയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംയോജനം നിങ്ങളിൽ ത്രിഗ്രഹി രാജയോഗമായി വന്നു ചേരും. ഞായറാഴ്ച പുലരിയിൽ, അതായത് ഇന്ന് രാവിലെ രൂപം കൊള്ളുന്ന ഈ രാജയോഗം ചില നക്ഷത്ര ജാതകരിൽ വളരെയധികം ഗുണാനുഭവങ്ങളാണ് സമ്മാനിക്കുക. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളിലേക്ക് എത്തുകയും സാമ്പത്തികമായും സാമൂഹികമായും നിരവധി മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ആദിത്യൻ മീനം രാശിയിൽ പൂരുരുട്ടാതി ഉത്രട്ടാതി ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ മാർച്ച് 18 വരെ കൃഷ്ണപക്ഷത്തിലും തുടർന്ന് ശുക്ലപക്ഷത്തിലുമാണ്. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ കുംഭം രാശിയിലാണ്. ബുധനും കുംഭത്തിലാണ്. ശനി മീനം രാശിയിൽ മൗഢ്യ അവസ്ഥയിൽ തുടരുന്നു. വ്യാഴം മാർച്ച് 16 വക്രഗതിയിൽ നിന്നും നേർഗതിയിലേക്ക് മാറുന്നു. മിഥുനം രാശിയിൽ തന്നെയാണ് വ്യാഴം. രാഹുവും കേതുവും യഥാക്രമം കുംഭം ചിങ്ങം രാശികളിലാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. ദീർഘകാലമായി പരിശ്രമിക്കുന്ന ചില കാര്യങ്ങൾ ഈ ആഴ്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വളരെയധികം ഉണ്ടാകുന്നതാണ്. യാത്രകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പങ്കാളിയുടെ കാര്യങ്ങൾക്കായി ഈ ആഴ്ച കൂടുതൽ സമയം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നേക്കാം. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വരവിലും അധികമായ ചെലവുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഈ ആഴ്ച കൈവരിക്കുവാൻ കഴിയും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രകൾ നിങ്ങൾ കരുതിയതുപോലെ ആകില്ല. ചിലപ്പോൾ യാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങൾക്ക് അത്ര ഗുണകരമല്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. കലാകാരന്മാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും നിങ്ങളുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ കഴിയും. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി മാറുന്നതാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതുമായ ജോലി ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കുവാൻ സാധിക്കും. പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലമായി അനുഭവപ്പെടുന്നതാണ്. സ്വയം അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ വളരെയധികം ഈ ആഴ്ച ശ്രദ്ധിക്കുക. സാമ്പത്തികമായ ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമാണ്. സഹോദരങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ മുടക്കം വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം.
ഈ ആഴ്ച പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടത്തുവാൻ കഴിയുന്ന ഒരു ആഴ്ച തന്നെയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം ചെലവുണ്ടാകും. യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ ടെൻഷനുകളും മനപ്രയാസങ്ങളും കഴിവതും ഒഴിവാക്കുക. ഈശ്വരാനുകൂല്യമുള്ള കാലമായതിനാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. അതുപോലെ പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അസാരാസ്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പുരോഗതി നേടുവാൻ കഴിയുന്നതാണ്. ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടും. പകർച്ചവ്യാധികൾ പിടിപെടുവാൻ ഇടയുണ്ട്. വീട്ടിൽ നിന്നും ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. പലരിൽ നിന്നും പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. കമിതാക്കളുടെ വിവാഹം നിശ്ചയിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ കഴിയും. ദാമ്പത്യ ജീവിതം വളരെയധികം ഊഷ്മളമായി തുടരുന്ന വാരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച നിങ്ങൾക്ക് കുടുംബത്തോടൊത്തുമുള്ള ഒരു യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയും. അതുപോലെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വലിയ പുരോഗതി ദൃശ്യമാകും. വലിയ തുക കയ്യിൽ വന്നു ചേരുവാനുള്ള യോഗമുള്ള കാലമാണ്. അതായത് ലോട്ടറി, ചിട്ടി എന്നിവ മൂലം അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകും. അതുപോലെ കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാം. ചിലർക്ക് പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആഴ്ചയാണ്. ഇത് കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി മാറ്റും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. ചെറിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ കാലമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. അസുഖങ്ങൾ പൂർണ്ണമായും വിട്ടുമാറുന്നതാണ്. പതിവ് യാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അതുപോലെ സുഹൃത്തുക്കളുടെ സഹായം എല്ലാ രീതിയിലും ഈ ആഴ്ച ഗുണകരമാകുന്നതാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. വരുമാനത്തിൽ നേരിയ വർധനവുണ്ടാകുന്നതാണ്. പൊതുവെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വളരെയധികം ധനലാഭം സമ്മാനിക്കും. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായ നില വളരെയധികം മെച്ചപ്പെടും. കടം കൊടുത്ത പണം കുറച്ചെങ്കിലും ഈ ആഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് യാതൊരു പ്രശ്നങ്ങളും വന്നു ചേരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിനായി അല്പം പണച്ചെലവ് വന്നു ചേരും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന കാലമാണ്. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമാകും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലവിധ തടസ്സങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. നിങ്ങൾക്ക് ഈശ്വരാധീനം കുറഞ്ഞ കാലമായതിനാൽ പുതിയ സംരംഭങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഗുണകരം. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം.
ഈ ആഴ്ച നിങ്ങൾക്ക് പെട്ടെന്നുള്ള യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. അതുപോലെ അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ കുട്ടികൾ ഇല്ലാതെ വിഷമിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സൽസന്താന സൗഭാഗ്യത്തിനുള്ള യോഗമുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വന്നേക്കാം. കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനം നീണ്ടുപോകുന്നതാണ്. അതുപോലെ അസുഖങ്ങൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സാമ്പത്തികമായി വളരെയധികം വർധനവ് ഈ ആഴ്ചയുണ്ടാകും. അതുപോലെ ബന്ധുക്കളോടൊപ്പം ചില യാത്രാ പദ്ധതികൾ തയ്യാറാക്കുവാൻ കഴിയുന്നതാണ്. ചലച്ചിത്ര പ്രവർത്തകർക്ക് മികച്ച സമയമാണിത്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കും. പ്രണയിതാക്കളുടെ വിവാഹ നിശ്ചയം തീരുമാനിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ വിഷയം പഠിക്കുവാൻ ആരംഭിക്കും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ യാതൊരു രീതിയിലും ഈ ആഴ്ച ഭയപ്പെടാനില്ല. വീട് പുതുക്കി പണിയുവാനും മറ്റു ചിലർക്ക് പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ നിന്നും പരിധിവരെ വിട്ടു നിൽക്കുന്നതാണ് ഗുണകരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.